നമസ്കാരം. രേവതി നക്ഷത്രക്കാരുടെ വിഷുഫലം. രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം അവരുടെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾ ആരുടെയും സഹായം അഭ്യർത്ഥിക്കേണ്ട ആവശ്യമില്ല. ധനപരമായാലും ശരി, വിദ്യാഭ്യാസപരമായാലും ശരി, ബിസിനസ് സംബന്ധമായാലും ശരി, ആരുടെയും സഹായമില്ലാതെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുറപ്പായും ജീവിതത്തിൽ നേട്ടങ്ങളും അംഗീകാരങ്ങളും ഒരുപാട് അവസരങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച മേഖലയിൽ എത്തിച്ചേരുവാനും സാധിക്കുക തന്നെ ചെയ്യും. എല്ലാവരെയും, അതായത് നിങ്ങളുടെ എതിരെ നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് ഈ നക്ഷത്രക്കാർ. ഈ ഒരു വർഷം ഇവരുടെ ഒരു ചിരി കൊണ്ട് മാത്രം ഇവർ ശത്രുക്കളെ കീഴടക്കുവാൻ സാധിക്കും. ഒരു ചിരി മാത്രം മതി എതിരെ നിൽക്കുന്ന ആളിനെ നിങ്ങളുടെ ശത്രുത മാറ്റുകയും അവരെ മിത്രമാക്കി എടുക്കുവാൻ സാധിക്കും. അത്രയ്ക്കും കഴിവുള്ള വ്യക്തികളാണ്. എന്നാൽ ഈ ഒരു വർഷക്കാലഘട്ടം ഇവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതുകൊണ്ട് എല്ലാ മേഖലയിലും ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ജോലി സംബന്ധമായി, ബിസിനസ് സംബന്ധമായിട്ട്, കുടുംബജീവിതത്തിൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നു. പ്രണയം സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നു. വിദ്യാഭ്യാസ നേട്ടം ഉണ്ടാകുന്നു. മനസ്സമാധാന സന്തോഷത്തോടു കൂടി ഇവർക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. എന്നിരുന്നാലും ഇതിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം ഇതൊരു പൊതുഫലമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഗുണഫലം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥനയും പൂജയുമായി പോയിട്ടും നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല, ദോഷങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് അതിലെ ദശാപകാരം മനസ്സിലാക്കി അതിനും കൂടി പരിഹാരം ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ വിഷുഫലത്തിലെ എല്ലാ ഗുണഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എത്തുക തന്നെ ചെയ്യും. ജാതക സംബന്ധമായ വിഷയങ്ങൾ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.